നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ തോട്ടത്തിൽ റോബസ്റ്റ വാഴയുടെ വിളവെടുപ്പായിരുന്നു. ഈ വലിയ കുല വെട്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഇതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്ന്. ആ ഒരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഈ റോബസ്റ്റ ഒരു മലയാളി അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോകം കീഴടക്കിയ ഈ വാഴപ്പഴത്തിന്റെ ചരിത്രം ഒരു സിനിമാ കഥ പോലെ രസകരമാണ്. റോബസ്റ്റ വാഴകൾ ഉൾപ്പെടുന്നത് കാവൻഡിഷ് എന്ന വാഴവർഗത്തിലാണ്. ഇതിന്റെ ഉത്ഭവം ദക്ഷിണ ചൈനയിലാണെന്ന് കരുതപ്പെടുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈ വാഴ ഇനം മൗറീഷ്യസിലും പിന്നെ വിയറ്റ്നാമിലാണ് പ്രധാനമായും കണ്ടുവന്നിരുന്നത്. 1830-കളിൽ മൗറീഷ്യസിലെ ബ്രിട്ടീഷ് ചാപ്ലിനായിരുന്ന ചാൾസ് ഡെൽപയർ ഈ വാഴയുടെ പ്രത്യേകത കണ്ട് അതിന്റെ തൈകൾ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. അവിടെ ഡെർബിഷെയറായ ചാൾസ് വർത്ത് ഹൗസ് എന്ന കൊട്ടാരത്തിലെ തോട്ടക്കാരനായിരുന്ന ജോസഫ് പാസ്റ്റൽ ഇത് വളർത്തിയെടുത്തു. അവിടത്തെ പ്രഭുവായിരുന്ന വില്യം കാവൻഡിഷിന്റെ ബഹുമാനാർത്ഥമാണ് ഈ വർഗത്തിന് കാവൻഡിഷ് എന്ന പേര് ലഭിച്ചത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന റോബസ്റ്റ കാവൻഡിഷ് കുടുംബത്തിലെ ഒരു അംഗമാണ്. ആയിരത്തി 1950-കൾ വരെ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്നത് ഗ്രോസ് മിച്ചർ എന്ന ഒരിനം വാഴപ്പഴമായിരുന്നു. എന്നാൽ പനാമ വാട്ടം എന്ന മാരമായ ഫംഗസ് രോഗം ലോകത്തെമ്പാടുമുള്ള ഗ്രോസ് മിച്ചർ തോട്ടങ്ങളെ നശിപ്പിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്നുമാണ് റോബസ്റ്റയുടെ വീരഗാഥ തുടങ്ങുന്നത്. പനാമ രോഗത്തെ പ്രതിരോധിക്കാൻ റോബസ്റ്റയ്ക്ക് കഴിയുമെന്ന് ശാസ്ത്രലോകം കണ്ടെത്തി. അങ്ങനെ ലോകം മുഴുവൻ ഗ്രോസ് മിച്ചറിന് പകരമായി റോബസ്റ്റ നട്ടുപിടിക്കപ്പെട്ടു. ഇത് കേരളത്തിലേക്ക് എങ്ങനെ എത്തി? കേരളത്തിൽ റോബസ്റ്റയുടെ വരവ് പ്രധാനമായും ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവ കാലഘട്ടത്താണ്. കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രങ്ങൾ കാർഷിക സർവകലാശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും വഴി വിദേശത്തു നിന്നും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട വിളവ് നൽകുന്ന വിത്തുകൾ കേരളത്തിലേക്ക് എത്തിച്ചു. ചിത്തിര വാഴ എന്നാണ് തമിഴ്നാട്ടിലും കേരളത്തിലും ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത്. കുറഞ്ഞ ഉയരവും കാറ്റിനെ പ്രതിരോധിക്കാനുമുള്ള ശേഷിയും വലിയ കുലകളും ഇതിനെ മലയാളികളുടെ പ്രിയങ്കരനാക്കി. പലരും വിചാരിക്കുന്നത് ഇതൊരു സാധാരണ പഴമല്ലേ എന്നാണ്. എന്നാൽ വിപണിയിലും പാചകത്തിലും ആരോഗ്യത്തിലും ഈ റോബസ്റ്റ 1 കിലോമീറ്റർ മുന്നിലാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് നമുക്ക് നോക്കാം. എന്താണ് റോബസ്റ്റ? പലരും ഇതിനെ കാവൻഡിഷ് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ നാടൻ ഡോഫ് കാവൻഡിഷ് ഇനത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ തൊലിക്ക് നല്ല കട്ടിയുണ്ട്, നാരുകൾ തന്നെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദൂരസ്ഥലങ്ങളിലേക്ക് ലോറിയിൽ കയറ്റി അയച്ചാലും ഇത് പെട്ടെന്ന് ചതഞ്ഞു പോകത്തില്ല. അതുകൊണ്ടാണ് ലോകമെമ്പാടും കയറ്റുമതിക്കായി റോബസ്റ്റ തിരഞ്ഞെടുക്കുന്നത്. ഇത് നേരിട്ട് പഴമായി കഴിക്കുന്നതിനേക്കാൾ പാചക ആവശ്യങ്ങൾക്കും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 3 പ്രധാന കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. 1. വൃക്കയുടെ ആരോഗ്യം. ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് വൃക്കയുടെ കല്ലുകൾ ഉണ്ടാകുന്നത് തടയാൻ സഹായമാണെന്ന് പഠനങ്ങൾ പറയുന്നു. കൂടാതെ എല്ലുകളുടെ വളർച്ചയ്ക്ക് ഇത് വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി. ഇതിലെ ആന്റി ഓക്സിഡന്റുകളും മിനറലുകളും നമ്മുടെ രക്തത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി വൻതോതിൽ കൂട്ടുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ. അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള തോന്നൽ കുറയ്ക്കാൻ റോബസ്റ്റ സഹായിക്കും. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താം. കൂടാതെ വിറ്റാമിൻ B6, C എന്നിവയുടെ കലവറയാണ്. ഈ വാഴപ്പഴം കൊണ്ട് നല്ല ഒന്നാം തരം ചിപ്സ് ഉണ്ടാക്കാം. കൂടാതെ ഇത് ഉണക്കിപ്പൊടിച്ച് ബനാന ഫ്ലവർ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ ഇതിന് വൻ ഡിമാൻഡാണ്. നമ്മുടെ സ്വന്തം നാട്ടിലും ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ നല്ലൊരു വരുമാനം കണ്ടെത്താൻ സാധിക്കും. ഈ കാണുന്ന വലിയ കുല കിട്ടാൻ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കൃത്യമായ ജൈവവളവും മനയും മാത്രമാണ് നൽകിയത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 സാധനങ്ങളാണ് ചാണകവും കുമ്മായവും. എന്നാൽ ഇവ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വിളവ് കുറയുന്നത്? അതിന്റെ പ്രധാന കാരണം ഈ വളപ്രയോഗത്തിലെ അപാകതയാണ്. അത് എന്താണെന്ന് കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ഇവ ഒന്നിച്ച് ചേർക്കരുത്? നമ്മുടെ മണ്ണിലെ പുളിപ്പ് കുറയ്ക്കാനാണ് നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നത്. എന്നാൽ കുമ്മായവും ചാണകവും ഒന്നിച്ച് ചേർന്നാൽ ഒരു രാസപ്രവർത്തനം നടക്കും. ചാണകത്തിലെ പ്രധാന ഘടകമായ നൈട്രജൻ
കുമ്മായമായി ചേരുമ്പോൾ അമോണിയ വാതകമായി അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടും. അതായത് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ചാണകത്തിന്റെ ഗുണം ചെടികൾക്ക് കിട്ടില്ലെന്ന് ചുരുക്കം. അതുകൊണ്ട് ഇവ രണ്ടും ഒരുമിച്ച് ഒരിക്കലും ഇടരുത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം കുമ്മായം. കൃഷി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വളമിടുന്നതിന് മുമ്പ് മണ്ണിൽ കുമ്മായം വിതറി നന്നായി ഇളക്കി കൊടുക്കുക. കുമ്മായം ഇട്ട് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചാണകപ്പൊടിയോ മറ്റു ജൈവവളങ്ങളോ ചേർക്കാവൂ. എങ്കിൽ മാത്രമേ ആ മണ്ണിന് വളങ്ങൾ ശരിയായി ആഗിരണം ചെയ്യാൻ കഴിയൂ. റോബസ്റ്റയുടെ തണ്ടിന് നല്ല കരുത്തുള്ളത് കൊണ്ട് ചെറിയ കാറ്റൊന്നും ഇത് വീണു പോകത്തില്ല. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്ന ഇനമാണിത്. അപ്പോൾ റോബസ്റ്റയെ കുറിച്ചുള്ള ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. നമ്മുടെ മണ്ണിലെ ഇത്തരം പുതിയ അറിവുകൾക്കായി നമ്മുടെ സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.